മണ്ണ് അകം പിളർന്നു കിടക്കുകയായിരുന്നു. ചെന്നു നിന്ന ഓരോ ഇടത്തു നിന്നും 1ഉം 2ഉം മൃതദേഹങ്ങൾ വീതം കണ്ടെടുക്കുകയായിരുന്നു. സൈന്യത്തിനൊപ്പം സഞ്ചരിച്ച ന്യൂസ് മലയാളം വാർത്താ സംഘം കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു. മൂന്ന് നാടുകളെ പിളർന്നു വന്ന ഉരുളാണ് ഇക്കാണുന്നത്. തുടക്കം പുഞ്ചിരിമേട്ടിൽ, പിന്നെ വെള്ളാർമല പിളർന്ന മുണ്ടക്കൈ പൂർണ്ണമായും തുടച്ചെടുത്ത ചൂരൽ മലയിലേക്ക്. ഇക്കാണുന്നതിൽ വെള്ളാർമല സ്കൂൾ നിന്ന ഇടമുണ്ട്. അവിടെ ഉണ്ണികൃഷ്ണൻ സാറും കുട്ടികളും ചേർന്നു പാടിയ പാട്ടുണ്ട്. മുണ്ടക്കൈ ചന്തയുണ്ട്, മറ്റു കടകളുണ്ട്, എമ്പാടും മനുഷ്യരുമുണ്ടായിരുന്നു. ഉരുളിന്റെ തുടക്കസ്ഥലത്ത് നിന്ന് തെരച്ചിൽ തുടങ്ങിയ സൈന്യത്തിനൊപ്പമായിരുന്നു ന്യൂസ് മലയാളം സംഘം. ഓരോ ചുവടിലും കഴിഞ്ഞ ദിവസം വരെ തുടിച്ചു നിന്ന ജീവൻ മിടിപ്പുകൾ അറ്റുകിടക്കുന്നു. ചിലയിടത്ത് കളിപ്പാട്ടം, മറ്റൊരിടത്ത് കളിത്തൊട്ടിൽ, വേറൊരിടത്ത് ആടിനെ കെട്ടിയിരുന്ന കയർ. ചില സ്ഥലങ്ങളിൽ പരിഭ്രാന്തിയോടെ ഓടുന്ന പശുക്കൾ. കയററ്റുപോയതിനാൽ മാത്രം ജീവൻ കിട്ടിയ അവ ഉടയവരെ തേടുകയാണ്. ഒരു വളർത്തുനായ നിർത്താതെ കുരയ്ക്കുന്നു. ചിലർ നടന്നുവന്ന് പൊട്ടി പൊട്ടിക്കരയുന്നു. സൈനികർ പോലും പരിഭ്രമിച്ചു പോയ നിമിഷങ്ങളായിരുന്നു. ഉറ്റവരുടെ എന്നതുപോലെ അവർ മൃതദേഹങ്ങൾ നെഞ്ചിൽ ചേർത്തെടുത്തു. കിട്ടിയ തുണിയിൽ പൊതിഞ്ഞു. കമ്പുകളിൽ കെട്ടി കുത്തിറക്കങ്ങളിലൂടെ വന്നു. ഉരുൾപോയ വഴിയിലൂടെ അവ പോസ്റ്റ്മോർട്ടം ടേബിളുകളിലേക്ക് യാത്ര തുടരുമ്പോൾ തൊട്ടടുത്ത് നിന്ന വീണ്ടും മൃതദേഹങ്ങൾ. ഒരു ചാവ് നിലം പോലെ കിടന്നു മുണ്ടക്കൈ. ഇടയ്ക്കൊക്കെ മഴ പെയ്തു. ആരും കുട ചൂടിയില്ല. കയറി നിൽക്കാൻ അവിടെങ്ങും ഒരു മരത്തണൽ പോലും ഉണ്ടായിരുന്നില്ല. മേൽക്കൂരകളില്ലാതായ നാടിൻ്റെ പേരാണ് ഇനി മുണ്ടക്കൈ. ടീം ന്യൂസ് മലയാളം.